അപ്പൊ എനിക്ക് സ്പാമാക്കി കിട്ടിയതിൽ ഞാൻ ഹാപ്പി എന്ന് മനസ്സിലായില്ല. ഇനി ശ്രീമതം. ശ്രീമതം ശ്രീമതം തുടങ്ങുന്നത് അമൃതവേള. അമൃതവേള തുടങ്ങുന്നത് ഗുഡ് മോർണിംഗ് ആണ്. ആർക്ക്? ഭഗവാൻ. കോടിയിലും ചിലരിലും ചിലർക്ക് ശരിയായ രീതിയിൽ ഭഗവാന് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്പർ ഇട്ടിട്ടുള്ളത്. ത്രിമൂർത്തികള്, അഷ്ടരത്നങ്ങൾ. ഇപ്പൊ അഷ്ടരത്നം 108, 16,108, 9,00,000, 33 കോടി, പിന്നെ 700-800 കോടി. അത് ബാബയ്ക്ക് വലിയ വിഷയമില്ല. ബാബ തന്നെ മുരളിയിൽ ഒരാൾ പറഞ്ഞായിട്ട് എഴുതിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് 700-800 കോടി എന്നാണ്. കണ്ടോ, ആ 100 കോടിക്ക് പോലും വലിയ വില ബാബ കൽപ്പിക്കുന്നില്ല. 700 കോടി ഓക്കെ, പിന്നെ ഒരു ഐഫോൺ ഇട്ടിട്ട് 800 കോടി, പിന്നെ ഒരു 100 കോടിയാണ് ബാബ അതിൽ ഇതാക്കിയത്. ഇനി ചിലർ പറയുന്നുണ്ട് 900 കോടിയാണ്. ഞാൻ 1000 കോടി ആയിക്കോട്ടെ, ബാബ വില കൽപ്പിക്കുന്നില്ല. 700 കോടി വരെ ഓക്കെ, ആവറേജ്. പിന്നീടുള്ള 200 കോടിക്ക് വലിയൊരു വില ബാബ കൽപ്പിക്കുന്നില്ല. അവരെന്താണോ ചെയ്യേണ്ടത് അവര് ചെയ്യും. പക്ഷെ അവർക്ക് എന്തില്ല, ഈ മേലത്തെ സംഭവമില്ല. സദോ രജോ തമോ, ഇത് അവർക്ക് അതിന്റെ പെർഫെക്ഷനിലില്ല. അവര് വരും, സദോ ആയിട്ടും രജോ ആയിട്ടും തമോ ആയിട്ടും 8 ജന്മത്തിൽ വരുന്നവരുണ്ടാവും, 2 ജന്മത്തിൽ വരുന്നവരുണ്ടാവും, 3 ജന്മത്തിൽ വരുന്നവരുണ്ടാവും, 5 ജന്മത്തിൽ വരുന്നവരുണ്ടാവും. അതാണ് 200 കോടിയുടെ കാര്യം തന്നെ ബാബു പറഞ്ഞത്. അതിന് വല്ലാതെ വില കൽപ്പിക്കുന്നത്. അവരവരുടെ കർമ്മം കറക്റ്റായിട്ട് ചെയ്യും, നോ പ്രോബ്ലം. അവർക്ക് അധിക കാലം ഇവിടെ ഇല്ല. പക്ഷെ ഇവർക്ക് മുകളിലുള്ള അട്ടരത്തനങ്ങൾ 108, 16,108, 9,00,000 ഇവർക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാന് ഒരു നമ്മുടെ നിമിത്തമായ ആത്മാവിനോട് നമ്മുടെ ആ മുകളിലുള്ള ആത്മലോകത്തിലുള്ള ഒരു ചിത്രമുണ്ട്, വൃക്ഷം, തല കീഴായി തല തിരിഞ്ഞിരിക്കുന്ന വൃക്ഷം. അതിനെപ്പറ്റി ഒരു സംശയം ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഈ വേരിന്റെ ഒരു ചിത്രം പോലെ അതിൽ കാണിക്കുന്നുണ്ട്, വേര്. ഈ വേരാണോ 9,00,000 എന്ന് വെച്ചു? ആ യെസ് 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 എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് വലിയൊരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതെനിക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല കേട്ടാ. ആയിരിക്കാം, ഒരുപക്ഷെ 9,00,000 പേരായിരിക്കാം, അല്ലെങ്കിൽ 16,108 പേര് മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ 108 പേരായിരിക്കാം, അല്ലെങ്കിൽ ബാബ വേറെ ഏതെങ്കിലും ഒരു നമ്പർ. കാരണം ഒരു വേര് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പവർഫുൾ ആയിരിക്കണം. ഒരു മരത്തിന്റെ വേര്, താങ്ങി നിർത്തുന്ന വേര് പവർഫുൾ ആയിരിക്കണം. അത് മുകളിൽ പരന്താമത്തിൽ തല കീഴായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ശ്രീമതം, ഇതാണ് ഇതിലെ വിഷയം. ശ്രീമതത്തിന് ആദ്യത്തത് എന്താണ്? അമൃതവേള. അമൃതവേളയിൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഏത് രീതിയിൽ പറയും, അവിടെയാണ് ഡിഫറൻസ് ഉള്ളത്. അഷ്ടരത്നങ്ങൾ എങ്ങനെ ഗുഡ് മോർണിംഗ് പറയും? 108 രത്നങ്ങൾ എങ്ങനെ ഗുഡ് മോർണിംഗ് പറയും? 16,108 വരുന്ന രത്നങ്ങൾ എങ്ങനെ ഗുഡ് മോർണിംഗ് പറയും? 9,00,000 വരുന്നവരെങ്ങനെ ഗുഡ് മോർണിംഗ് പറയും? 33 കോടിയിൽ എങ്ങനെ ഗുഡ് മോർണിംഗ് പറയും? എന്തിനാ ഞാനിപ്പോ ഇത് പറയേണ്ട ആവശ്യം? വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, അതായത് ഞാൻ അഷ്ടരത്നത്തിലാണോ, ഞാൻ 33 കോടിയിലാണോ എനിക്കറിയാം. എനിക്കറിയില്ല. കാരണം എന്താ, എൻ്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ട്, കലി ബോധം ഉണ്ടല്ലോ, അതായത് ദേഹബോധം ഉണ്ടല്ലോ. അപ്പൊ അത് പോണ്ടേ, അത് പോവാതപ്പോ എനിക്കിത് പറയാൻ പറ്റും. ഇനി അത് പോയി കഴിഞ്ഞാൽ അന്ത്യം വരെ എനിക്ക് പണിയില്ല, ഇഷ്ടം പോലെ പണിയില്ല. വാഷ് ചെയ്ത് ക്ലീൻ ആക്കണ്ടേ, അപ്പോഴല്ലേ എനിക്കറിയുള്ളൂ. എനിക്കെല്ലാം അറിയാം, അത് ഭഗവാന് മാത്രമല്ല. ആരാണ് പക്ഷെ ഞാനാണെങ്കിൽ, ഇനിയിപ്പോ ആരാണ് 33 കോടി, അത് ഞാനാണെങ്കിൽ അതിന് അവസാനം എനിക്ക് എന്ത് ചെയ്യും? സാക്ഷാത്കാരം കാണിച്ചു തരും. ആ സമയത്ത് ഞാൻ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ണിന്ന് ചോര വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ഉൾക്കൊള്ളണം. നമ്മൾ എന്തായാലും ദേവദേവൻ വേണ്ടിയിട്ടൊന്നല്ല ബ്രഹ്മകുമാരിസിലേക്ക് കയറി. ഞാന് ഈ ജന്മത്തിൽ ദേവദേവൻ വേണ്ടിയിട്ടല്ല ബ്രഹ്മകുമാരിസിലേക്ക് കയറി. ഇനിയിപ്പോ ലാസ്റ്റ് ഞാനിപ്പോ ഇവര് ഒരു ചെറിയൊരു യുദ്ധം പോലെ ഇത് തുടങ്ങിയപ്പോഴും എന്നാ ശരി, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ദേവതയാവാം എന്നും കരുതിയിട്ടല്ല.
എനിക്ക് എൻ്റെ ഉള്ളിൽ കുറെ കുറവുകളുണ്ട് നന്നായിട്ട് അറിയാം. അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പുറത്തന്നെ കേട്ടാ, ഫുള്ള് പുറത്തന്നെയാണ്. ഇപ്പൊ ബ്രഹ്മകുമാരീസിന്റെ വേറൊരു സെന്റർ, ഗുരുവായൂർ സെന്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. അതിഥി ദേവോഭവ. ഞാന് കോവയില് പോയപ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിഥി ദേവോഭവ. നല്ല അതിഥിയൊക്കെ ഉണ്ട്, അതിഥ്യ മര്യാദയൊക്കെ ഉണ്ട് അവിടെ പലർക്കും. പക്ഷെ റിയൽ ചീറ്റിംഗ്, മഹാ ചീറ്റിംഗ് പല വിധത്തിലും ഗോവയിൽ എനിക്ക് ഫീൽ ചെയ്തു. വളരെ വളരെ പക്കാ ഫ്രോഡുകൾ ആണ് അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേവനം തന്നെയാണ് അവിടുത്തെ ഇപ്പൊ ഒരു വണ്ടി എല്ലാ വിധത്തിലും ഫുൾ സൗകര്യമാണ്. ബട്ട് പക്കാ ചീറ്റിംഗ്. ഓരോ ടൂറിസ്റ്റുകളെ നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നവരെയാണെങ്കിലും ഫോറിനേഴ്സിനാണെങ്കിലും ഏത് വ്യക്തിനും പക്ക ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞിട്ടൊരു എന്തൊരു പഴഞ്ചൊല്ലുണ്ട്, എന്താണ് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പൊ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ വേറൊരു സംഭവം എനിക്ക് ഫീൽ ആയത് ഇപ്പൊ അതിഥി ദേവോഭവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മകുമാരീസിലും അതിഥി ദേവോഭവ തന്നെയാണ്. അടുത്ത് ഞാൻ ഗുരുവായൂർ സെന്ററിൽ പോയി, എനിക്ക് അവിടുന്ന് പ്രസാദം കിട്ടി. ഞാൻ നേരെ എന്റെ ഭഗവാന്റെ വീടാണല്ലോ, ഞാൻ അവിടെ സോഫയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് അവിടെ ഇരുന്നപ്പോ തന്നെ പറയുകയാണെങ്കിൽ ഓക്കെ, ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ നിമിത്താത്മാവ് ബൈ ഫ്രണ്ടിലേക്ക് പോയിരിക്കൂ, അതായത് ഫ്രണ്ടിൽ ഇഷ്ടം പോലെ കസേരകളുണ്ട്, ഇരിക്കൂ എന്നും പറഞ്ഞ് അങ്ങേരെ അവിടെ കയറിയിരുന്നു. ആ സോഫ നിങ്ങളുള്ള സോഫയാണ്, അവിടെ ഞാനും അങ്ങേരെ ഇരുന്ന് വെച്ചിട്ട് ഒരു കുഴപ്പം വരാൻ പാടില്ല. പക്ഷെ അതിഥി ദേവോഭവ പണ്ടേ ഒരു ചെല്ലുണ്ട്, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കഴിക്കുന്നിടത്തുനിന്ന് ദൈവം നമ്പുരാൻ വന്ന് വിളിച്ചാൽ എഴുന്നേൽപ്പിക്കരുത്. അതിന്റെ ഒരു ആതിഥ്യ മര്യാദ കാരണം നീ എന്റെ ഗുരുവായൂർ സെന്ററിലേക്ക് ഞാൻ പോണില്ല, മതിയായി, സന്തോഷായി. കാരണം ആ ഒരു മര്യാദ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്ന് ഞാൻ തന്നെ ഇരിക്കുന്ന ഒരു കസേര സ്പെഷ്യൽ ആണെങ്കിൽ അവിടെ അളിയൻ കയറി വന്നിരുന്നാലും ആര് കയറിയിരുന്നാലും അവരവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവരവിടെ എന്ത് ചെയ്യണമെങ്കിലും ഞാൻ എഴുന്നേൽപ്പിക്കില്ല. അവര് എണീറ്റതിന് ശേഷം ഞാൻ അവിടെ പോയിരിക്കാന്ന് പറഞ്ഞാൽ ഓക്കെ, എഴുന്നേൽപ്പിക്കില്ല. അവര് കഴിക്കുകയാണെങ്കിലും ശരി, ഇനി അവിടെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ പിള്ളേരുടെ കുട്ടികളുണ്ട്, അവർ ചിലപ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് അവിടെ ഇരുന്ന് കുറ്റിമരാണെങ്കിലും ശരി ഞാൻ എഴുന്നേൽപ്പിക്കാറില്ല. കാരണം എന്താണെന്നറിയാം, എന്റെ കാരണന്മാര് എനിക്ക് തന്നിട്ടുള്ള ഒരു മര്യാദയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോ ഒരു പക്ഷെ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ അങ്ങനത്തെ വിക്രസൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇതൊരു ഒരുപാട് പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഈ അവിടുത്തെ സെന്ററിലുള്ള വ്യക്തി. ആ ആതിഥ്യം അവിടെ പോയതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടാണ്. സംഗതി അവരെന്നോട് ഇറങ്ങി പോകാനല്ല പറഞ്ഞത്, അപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്ന പറഞ്ഞു. ഞാൻ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ എനിക്കത് വളരെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് അത്യാവശ്യം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. കാരണം എനിക്കറിയാം അവരുടെ സ്വഭാവം എനിക്ക് കുറച്ച് മുന്നേ തന്നെ നന്നായിട്ട് ഫീലിംഗ് ആയിട്ടുണ്ട്. ഇത് മാറ്റാൻ കഴിയില്ല, അവരെനിക്ക് മാറ്റാനൊന്നും കഴിയില്ല. ഞാൻ ഈ പറഞ്ഞത് അവർ കേട്ടിട്ട് അവർക്ക് നാളെ മറ്റന്നാളോ വേറെ ആർക്കെങ്കിലും ഒരു മോശം പെരുമാറ്റം കൊടുക്കാതിരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, എന്തായാലും എനിക്ക് തരാനുള്ളത് തന്നു, ഏതെങ്കിലും ജന്മത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അടുത്ത ശ്രീമതം പറഞ്ഞത് ട്രാഫിക് കൺട്രോൾ. പിന്നെ മുരളി, പിന്നെ ശുദ്ധികൾ, ദേഹശുദ്ധി, മനോശുദ്ധി എന്നീ പറഞ്ഞത്. മനോശുദ്ധി പെട്ടെന്നൊന്നും വരില്ല. ദേഹശുദ്ധി, ഭക്ഷണശുദ്ധി, കുറെ ശുദ്ധികൾ വേറെ ഉണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ തന്നെ വലിയൊരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള വെർഷൻ തന്നെ ഉണ്ട്. ശ്രീമതത്തിന്റെ ഒരു മലയാളം ബുക്ക് പ്രിന്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ശ്രീമതം പാലിക്കേണ്ടതും പാലിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു ബുക്ക് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ബ്രഹ്മകുമാരീസുമായിട്ട് സെന്ററിൽ ആദ്യമേ പോകുന്ന സമയത്ത് ശ്രീമതം പാലിക്കേണ്ട ശ്രീമത മര്യാദകൾ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെയും കാണാനില്ല. ആ ബോർഡിൽ കുറെ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നിയമങ്ങൾ അവിടുന്ന് പറഞ്ഞുതരും. ഇപ്പൊ നമ്മൾ ബ്രഹ്മകുമാരീസുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അതെല്ലാരും ഒരുപോലെ പാലിക്കണം എന്നൊന്നുമില്ല.
ഒരവരുടെ ഇഷ്ടം പോലെ. ഈ പാലിച്ചാൽ തന്നെ അതിനും ഇപ്പൊ കുറെ എക്സ്ക്യൂസ് ആണ്. ഒരു വർഷത്തെ ശ്രീമതം കൃത്യമായിട്ട് പാലിക്കുന്നവർക്കാണ് മധുബനിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളത്. എന്നാൽ തന്നെ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ 5-6 മാസങ്ങളും പാലിച്ചോ എന്നാ ചോദിക്കണുള്ളൂ. 5-6 മാസങ്ങളായിട്ട് ഇനി അങ്ങോട്ട് ക്ലിയർ ചെയ്തോളേ എന്നും ചോദിച്ചിട്ട് ഈ മറ്റേ നമ്മുടെ ഫോം എഴുതി ഒപ്പിട്ട് കൊണ്ടുപോകണം. എന്തിനും ഈ 6 മാസവും പാലിച്ച് അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ പാലിക്കും. ആരാ ഉറപ്പ്? കൊണ്ടുപോകണവന്റെ അടുത്താണ് എൻ്റെത്. കാരണം കണക്ക് കൊണ്ടുപോകണവനാണ്. കൊണ്ടുപോകുന്ന ആത്മാവ്. അതിന് ഏത് അമ്മായി ശരീരത്തിലുള്ള ഏത് സിസ്റ്റർ ശരീരത്തിലുള്ള ഏത് ബായി ശരീരത്തിലുള്ള ആത്മാവായാലും ശരി, അവനാണ്. അവൻ എന്ന് പറഞ്ഞാല് ആത്മാവ്. അവനാണ് അതിന്റെ കണക്കുകൾ. ഞാൻ വരാത്ത എന്താന്നറിയാം, എനിക്കവിടെ വരാതെ തന്നെ നല്ല ഫീലിംഗ് ഉണ്ട്. ഏത് വിധത്തിലും ഞാനൊന്ന് യോഗം ചെയ്ത് എനിക്ക് വേണ്ടത് കിട്ടുന്നുണ്ട്. ഈ 10-15 വർഷത്തിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരാത്തതിന് ഒറ്റ കാരണതേ ഉള്ളൂ, എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് ഇവിടെ ഫീൽ ചെയ്യണ്ടേ, ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് ഫീൽ ചെയ്യണ്ടേ. ഈ കലിയുഗത്തിലെന്നല്ല, ഇപ്പൊ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? രാജയോഗം ചെയ്യണം എന്തിനാ? നമുക്ക് വേണ്ട സർവപ്രാപ്തികൾ ലഭിക്കാനല്ലേ. അതില് ഇപ്പത്തെ കണ്ടീഷൻ ബാബ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാം ഉപയോഗിച്ചോളൂ, പക്ഷെ ഒരു മീഡിയം, മധ്യത്തിൽ. അങ്ങനത്തെ ഈ മധ്യത്തിലല്ല, എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി വരുന്ന സ്ഥിതിയിൽ തന്നെ എല്ലാം ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു കുറവ് വേണ്ടേ? അതുകൊണ്ടാണ് ഞാനിപ്പോ കംപ്ലീറ്റ് ആയിട്ട് ശ്രീമതം പാലിക്കാതെ നിൽക്കുന്നത്. ഒരാൾ പുറത്തും വേണ്ടേ? എല്ലാവരും ഇറങ്ങിയിട്ട് കളിച്ചാൽ ശരിയാവില്ലല്ലോ. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന ആളുകളെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഗോളേ ഉണ്ടാവുള്ളൂ. എതിർ ഗ്രൂപ്പിലും കുറച്ച് ആൾക്കാർ, ഇപ്പുറത്തെ ഗ്രൂപ്പിലും കുറച്ച് ആൾക്കാർ. ഇനി ഈ കളിക്കുന്ന ആളുകളുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും. അത് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴോ ആണ് അവരെ ഇറക്കുക. അതല്ലെങ്കിൽ പിന്നെ ഈ ബൈസ്റ്റാൻഡേഴ്സ് എപ്പോഴാണ് കയറുക? ഇവര് നല്ല കളിക്കാരാണ്, പക്ഷെ അവരെന്താന്ന് വെച്ചാല് ഇവര് ഭാവിയിലും മറ്റുള്ളവർ റിട്ടയർ ആവണ സമയത്ത്, അങ്ങനെയുള്ള സമയത്ത് ഞാൻ വെയിറ്റിങ്ങിലാണ്. എനിക്ക് ബ്രഹ്മകുമാരീസിൽ കയറി കളിക്കാൻ തയ്യാറൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എപ്പോഴാ കളി? അപ്പൊ നമുക്കൊരു സമയം തരും, അപ്പൊ കളിക്കും. ഇപ്പൊ ഞാൻ പുറത്താണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തൊന്നുമല്ല, നമ്മുടെ കൂടെ തന്നെ. കാരണം എന്താ പറയുക, നിങ്ങള് ചെയ്യുന്ന പോലത്തെ മറ്റൊരു സേവനം തന്നെ ഇപ്പൊ ഞാനും ചെയ്യുന്നു. കളിക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ അത്ര തന്നെ ഹൈ ലെവലിലേക്ക് എനിക്ക് ഇപ്പൊ ചാടാൻ കഴിയില്ല, ആവശ്യമില്ല. കാരണം കലിയുഗങ്ങളുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ഒരു ഘട്ടമാണ്, ഒറ്റക്കെട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പല വിധത്തിലും വീഴാൻ ചാൻസ് ഇല്ല. ഒരു ബാലൻസ് ചെയ്യാൻ ഓരോരുത്തരുണ്ട്. പക്ഷെ എനിക്ക് വീഴ്ചകൾ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ബാലൻസ് ചെയ്യാനുള്ള ടീം ആയിട്ടില്ല. എനിക്ക് പല വിധത്തിലും ഇപ്പോഴും അമ്മ പറഞ്ഞെന്താ വെച്ചാൽ, നീ അതിനൊന്നും പോണ്ട, നീ ഇവിടെ കലിയുഗികളുടെ കൂടെ അർമാദിക്കുന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ അത് ചെയ്യുമോ? ഇല്ല. അമ്മ കോഴ്സ് കേട്ടിട്ടുണ്ട്, ഒക്കെ ശരി, പക്ഷെ അങ്ങേര് ശ്രീമതം ഒന്നും പാലിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നോൽമ്പലാട്ടോ, മണ്ഡലമാസം വ്രതത്തിലാണ്. അല്ലാതെ അങ്ങേര് ഒരു വ്രതവുമില്ല. അങ്ങേര് എന്തും കഴിക്കും, എന്തും ചെയ്യും, എന്തും ഇതാക്കും. അതിന്റെ കർമ്മത്തിന്റെ കണക്കാർക്ക് കിട്ടും, നമ്മുടെ ശരീരത്തിന്റെ അമ്മയ്ക്ക് കിട്ടും. അത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എനിക്ക് മാറ്റാൻ പറ്റും? ഇല്ല, കഴിയില്ല. അപ്പൊ ശ്രീമതത്തിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇത് കടുപ്പിച്ചോളൂ എന്നാ പറഞ്ഞു. ഇപ്പൊ അടുത്തൊരു മുറിയിൽ ബാബ പറഞ്ഞ ശ്രീമതം കടുപ്പിക്കൂ. എങ്ങനെ കടുപ്പിക്കും? നിയമം കടുപ്പിക്കൂ എന്നാ പറഞ്ഞു. നിയമം എന്ന് പറഞ്ഞാൽ ശ്രീമതം. ഏത് രീതിയിലാണോ നമ്മുടെ കുറവുകൾ, അതിനെ തരണം ചെയ്യാനുള്ള രീതിയിൽ കടുപ്പിക്കും. അപ്പൊ എനിക്ക് വേണ്ടത് ഞാനിപ്പോ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാല് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയില് സ്പാമായിട്ട് എന്നെ സംബന്ധിച്ച് ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പോലും ആഗ്രഹമില്ല. ഇനിയിപ്പോ കുറച്ചു പേർക്ക് ഇതിനും വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. ഇതും റിപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് യൂട്യൂബിലെ ഈ ഒരു ചാനല് ബ്ലോക്ക് ആയാലും ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ച് എന്റേതായ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്യാനേ നോക്കുള്ളൂ. അത് തന്നെ കുറച്ചു കാലത്തെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്തു. അതിന്റെ പേരിൽ
എന്നെ കണ്ടിട്ട് അല്ല നിങ്ങൾ മാറേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിനെ കാണണം. ഇലുമിനാറ്റി എഞ്ചിനീയർ സോറി ശിവാനി എഞ്ചിനീയറിംഗിലുള്ള വ്യക്തി, അതുപോലെ ഒരു സുജേഷ് ഭായ് ലൈക്ക് അടിക്കുന്നുണ്ട്, അതേപോലെ കമന്റ് ആയിട്ട് DK എന്ന് പറയുന്നത്, ആ വ്യക്തി ഒരു കാരണവശാൽ എന്നെ കണ്ട് മാറരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലൊരു തോട്ട്സ് വരും. അത് സതമായിരിക്കാം, രജോ ആയിരിക്കാം, തമോ ആയിരിക്കാം. ഇതെന്തായാലും നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറേണ്ട ആവശ്യമുള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ തമോയിലാണെങ്കിൽ ഒന്നുകിൽ രജോയിലേക്ക് വരാം, അല്ലെങ്കിൽ തമോയിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ രജോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സതോയിലേക്ക് വരാം, അല്ലെങ്കിൽ രജോയിൽ തന്നെ ഇരുന്നോട്ടെ, സതോയിലേക്ക് വരണമെന്നില്ല. ഈ സതോ ആണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആവുമല്ലോ. സതോയിലും ഉണ്ട് ഇതേപോലത്തെ അവസ്ഥകൾ, രജോയിലും ഉണ്ട് ഇതേ അവസ്ഥകൾ, തമോയിലും ഉണ്ട് ഇതേ അവസ്ഥകൾ. നമ്മൾ ശരിക്കും ഇത് രണ്ടും മാത്രം എടുത്താൽ മതി, സതോ രജോ. ഈ തമോ കിടക്കുന്നത് ദ്വാപരയുഗത്തിന് ശേഷമാണ്, അത് നമ്മൾ ഉണ്ട്, അത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇപ്പൊ ഉള്ളത് രണ്ട് ബേസാണ്, സത്യയുഗം ത്രേതായുഗം. ഈ സത്യയുഗത്തിലേക്കും ത്രേതായുഗത്തിലും വേണ്ടിക്ക് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സരം നടക്കുന്നത്, ഓർമ്മയുടെ മത്സരം. അതിന് വിഘ്നിടുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കളി. അതാണ് ശരിക്കും കളി, അതാണ് ശരിക്കുള്ള കളി എന്ന് പറഞ്ഞാല് ഈ ഫുട്ബോൾ കളിയില് രാമന്റെയും രാവണന്റെയും കളി. ഒരാള് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, താങ്കൾ രാമന്റെ ഭാഗത്താണോ രാവണന്റെ ഭാഗത്ത്? ഞാൻ അങ്ങനെ അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തു, ഇതെന്ന് ഞാൻ ഓർക്കണില്ല. എന്തായാലും അതിലൊരു കമന്റ് ഞാനും ഇട്ടിട്ടുണ്ട്, രാമൻ മുകളിലും രാവണൻ താഴെയാണല്ലോ. കാരണം രാവണൻ താഴെ തന്നെ. ഇപ്പത്തെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ കിടക്കുന്ന ഓരോ ആത്മാക്കളും, ബ്രഹ്മകുമാരീസിലുള്ളവരും മറ്റ് ധർമ്മങ്ങളിലുള്ളവരും മറ്റ് മതങ്ങളിലുള്ളവരും മറ്റ് വീടുകളിലുള്ളവരും ഒരു ധർമ്മത്തിലും ഇല്ലാതെ നിരീശ്വരവാദികളായിട്ടിരിക്കുന്നവർ, ഇവരൊക്കെ രാവണന്റെ ടീം തന്നെ. അതിൽ തന്നെയാണ് ഇപ്പൊ നമ്മളൊക്കെ. ഈ ഞാനും അതിൽ തന്നെ. ആ ഒരു വൈബ്രേഷൻ എനിക്ക് കവർ ചെയ്യാൻ കട്ട് ചെയ്ത് കയറാൻ പറ്റിയിട്ടില്ല, പറ്റൂല. പറ്റും. ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഇരുന്ന് യോഗം ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് ഓക്കെ. ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് ഇത്ര സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതേ സംസാരം എനിക്ക് പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ സംസാരിക്കാൻ പറ്റില്ല. ഇനി ഞാൻ ഗോവയിൽ പോയി അവിടെ ഒരു റൂമിൽ ഇരുന്ന് എനിക്ക് ഇതേപോലെ സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വൈബ്രേഷനെ വ്യത്യാസം. അവിടെ ഞാൻ ഇത്രയും സമയം ഫ്രീ ഉണ്ടായിരുന്നു, ഞാൻ കിടന്നുറങ്ങി, പിന്നെ പല സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി, എന്തെല്ലാം ചെയ്തു. എനിക്ക് അവിടെ അത്രയും സംസാരിക്കാൻ പറ്റില്ല, അവിടുത്തെ വൈബ്രേഷൻ വ്യത്യാസമുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ നമ്മുടെ നിമിത്താത്മാക്കള് മധുബനിൽ പോയാൽ, മധുബനിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ അവർക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് പോണവരുണ്ട്, ഇപ്പൊ ഗുരുവായൂരിന്ന് പോണവരായാലും പാലക്കാട് നിന്ന് പോണവരായാലും കോഴിക്കോട് നിന്ന് പോണവരായാലും ഇവരൊക്കെ അവിടുത്തെ ആളുകളുടെ നിമിത്താണ്. എന്താ ഇവർക്ക് നേരെ പോയിട്ട് അവിടെ നിന്ന് ഞാൻ നാളെ മുതൽ സേവനം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല. അവിടെ നിയമങ്ങളുണ്ട്, ബാബ ഏൽപ്പിച്ച കുറെ നിയമങ്ങളുണ്ട്. ഇവിടെ വലിയ പ്രായമുള്ള ആളുകൾ പോലും ചിലപ്പോ അവിടെ കുറഞ്ഞ പ്രായമുള്ളവരുടെ കീഴിലായിരിക്കും. ചിലപ്പോ നല്ല ആണ്, അങ്ങനെ ഉണ്ട്, അങ്ങനെ ഉദാഹരണമുണ്ട്. പക്ഷെ അവർക്ക് താങ്കൾ എന്നെക്കാളും ശാരീരികമായ പ്രായം കുറവല്ലേ, താങ്കൾ പോയി കോഴിക്കോട് സേവനം ചെയ്യും, ഞാൻ ഇവിടെ ഇരിക്കാം, പറയാൻ പറ്റും. നിയമമുണ്ട്. അല്ലെങ്കിൽ താങ്കൾ പോയി പാലക്കാട് സേവനം ചെയ്യും, ഞാൻ ഇവിടെ ഇരിക്കാം, പറയാൻ പറ്റും. നിയമമുണ്ട്. എല്ലാം നിയമവുമായി ബന്ധപ്പെട്ട്. എന്താ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിന്റെ ബേസിൽ നിന്ന് വരുന്നത്. ഇനിയിപ്പോ പിന്നീട് എന്നെക്കാൾ എത്രയോ പ്രായമുള്ള വ്യക്തിയാണ് നമ്മള് പാലക്കാട് ഗോപാലകൃഷ്ണൻ. അങ്ങേർക്ക് വേണമെങ്കിൽ കേസാക്കി കൊടുക്കും, ഒരു രക്ഷയുണ്ടാവില്ല. അങ്ങനെ കേസാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വനിത ബ്രഹ്മകുമാരീസിന് വളരെ മോശമാക്കിയിട്ട് പറയുന്നു. അങ്ങനെ ചിലപ്പോൾ മറ്റേ ഭായിമാരെ കൊണ്ടൊക്കെ ഒന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവന്മാരുടെയൊക്കെ വിളി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവര് കുറെ പറഞ്ഞു തന്നിട്ട് ഞാൻ അളകിയില്ല. എന്തുകൊണ്ട് അളകിയില്ല? രണ്ട് ഗുണ്ടകളെ കൊണ്ട് അവര് നന്നായിട്ട് വിളിപ്പിച്ചു, എന്നെ നന്നായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ തന്നെ. ഇതാണ് സ്വാതന്ത്ര്യം? അല്ല, ഇത് മാത്രമല്ല സ്വാതന്ത്ര്യം. ഇപ്പോഴും സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യമൊന്നായിട്ടില്ല. ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്നതിനൊരു പരിധി.
ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യയുഗി സ്വാതന്ത്ര്യം. ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഗമയുഗി സ്വാതന്ത്ര്യം. സംഗമയുഗ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പോലും ഇതല്ല. ഒരു വിധത്തിലുള്ള തടസ്സമില്ലാതെ ഭഗവാൻ ഓർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഭഗവാൻ ഓപ്പണാക്കി തരും. അത് വെച്ച് നമുക്ക് കളിക്കാൻ പറ്റും. 16 കല, സമ്പൂർണ്ണ മര്യാദ പുരുഷോത്തമൻ, സർവഗുണ സമ്പന്നൻ, ഈ രീതിയിൽ നമ്മൾ നടക്കും. എപ്പോ ഈ ബന്ധനങ്ങൾ മൊത്തം പോണം. ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധനത്തിൽ തന്നെയാണ്. ഇപ്പൊ കണ്ടു, വാട്സപ്പ് സ്പാം ആക്കപ്പെട്ടു. ഇനിയിപ്പോ നാളെ മറ്റന്നുള്ള യൂട്യൂബ് സ്പാം ആക്കപ്പെടാം. നോ പ്രോബ്ലം. കാരണം റിപ്പോർട്ടുകൾ അങ്ങോട്ട് പോകണം. ഇപ്പൊ ഡെയിലി ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇവർക്ക് ഇത് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എത്രത്തോളം റിപ്പോർട്ട് അങ്ങോട്ട് പോകണോ അതിനനുസരിച്ചാണ് യൂട്യൂബിന്റെ തലതൊട്ടപ്പന്മാര് സോഫ്റ്റ്വെയർ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്രത്തോളം റിപ്പോർട്ടേഷൻ കിട്ടണം അതിനനുസരിച്ച് ഇപ്പൊ നാളെ ഇത് ബ്ലോക്ക് ആക്കപ്പെടാം, സ്പാം ആക്കപ്പെടാം. എന്നെ സംബന്ധിച്ച് എന്താ വരും, മമ്മൂട്ടി പറഞ്ഞ പോലെ എന്റെ രോമിളക്കം കഴിയില്ല. അതേപോലെ എനിക്ക് പറയാനുള്ളത്, ഒന്നും സംഭവിക്കില്ല. ബ്ലോക്ക് ആക്കിക്കോ, നോ പ്രോബ്ലം. സ്പാം ആക്കിക്കോ, നോ പ്രോബ്ലം. ശ്രീമതം അത് സ്പാം ആക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ ശ്രീമതം ഒന്നും കൂടെ കടുപ്പിക്കും. കാരണം ഈ സമയത്ത് എനിക്ക് കുറച്ച് സമയം വേസ്റ്റ് ആണല്ലോ ബാബയെ ഓർമ്മിക്കുന്നതില്, ബാബയുടെ സേവനങ്ങൾ ചെയ്യുന്നതിൽ. ഇപ്പൊ തന്നെ സമയം സത്യം പറഞ്ഞ 7:30. 7:30 സമയത്ത് എനിക്ക് ഈ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് മുരളിയും വായിച്ച് നവ്യത്തെ മുരളി 2-3 വേണമെങ്കിൽ റിപ്പീറ്റ് റിവിഷൻ ചെയ്ത് എന്നെ മാറ്റിയാൽ മതി. എന്നാലും ആരൊക്കെയോ കാണുന്നുണ്ട്, ആരൊക്കെയോ കേൾക്കുന്നുണ്ട്, ആരൊക്കെയോ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവര് എന്നേക്കാൾ താഴെയായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. അവരെന്നേക്കാൾ മുന്നിൽ വരാം, എനിക്ക് സമാനമാവാം, എനിക്ക് സഹായികളാവാം, എന്തു സംഭവിക്കും. ആർക്കും താഴെയോ മുകളിലോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഉയർച്ച കാഴ്ചകൾ നൽകിയിട്ടുണ്ട്. പരന്താമത്തെ അവിടെ ത്രിമൂർത്തികൾ, അതിന്റെ മേലേക്ക് വേറെ ഒരാത്മാവിനും കയറാൻ പറ്റില്ല. അതിന്റെ താഴെ അഷ്ടരത്നങ്ങൾ, അതിന്റെ മേലേക്ക്, അതായത് 8ന്റെ മേലേക്ക് 108 പേർക്ക് കയറാൻ പറ്റില്ല. അതിന്റെ താഴെ 108, അതായത് 8 കഴിഞ്ഞാൽ പിന്നെ 100, അതിന്റെ താഴെ പിന്നെ 16,000, അത് 16,108. അതിന്റെ കീഴിൽ ബാക്കി 9 ലക്ഷം. ഈ 16,108 അടക്കമുള്ള 9 ലക്ഷം. ഈ 9 ലക്ഷത്തിന്റെ അവസാനം വരുന്ന ആൾക്ക് ത്രിമൂർത്തിയുടെ മേലെ പോയി ഇരിക്കാൻ പറ്റും. 108ന്റെ മേലെ പോയി ഇരിക്കാൻ പറ്റും. 16,108ന്റെ മേലെ പോയി ഇരിക്കാൻ പറ്റും. അവിടെ മാത്രമാണ് ബാബ നമുക്കൊരു വലിയൊരു സ്നേഹം നൽകുന്നത്, അല്ലെങ്കിൽ വളരെ പവർഫുൾ നൽകുന്നത്. അത് ആ മുകളിലുള്ളവർക്ക് മാത്രമാണ്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് 33 കോടി വരുന്നുണ്ട്. അവരൊന്നും ബാബയ്ക്ക് വലിയൊരു ഇതില്ല. കാരണം പിന്നെ കിട്ടുന്ന വൈബ്രേഷൻ മുഴുവൻ ഇവരിൽ നിന്നാണ്. ഈ 9 ലക്ഷം പേരിൽ നിന്നാണ് ബാക്കിയുള്ളവർ കിട്ടുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ചില സാക്ഷാത്കാരം മാത്രം മതി. അപ്പൊ അവരൊന്നും സത്യം തന്നെ പിന്നീട് യോഗ ഒക്കെ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഞാൻ എടുക്കുന്നത് വളരെ കുറവായിരിക്കും. 16 കല, വളരെ കുറഞ്ഞ കലകൾ മാത്രമേ അവര് ഭഗവാനിൽ നിന്ന് എടുക്കുള്ളൂ. ഇത് എല്ലാ കലകളും എടുക്കുന്ന പേരിൽ മെയിൻ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ 8 രത്നങ്ങളാണ്, അഷ്ടരത്നങ്ങൾ. ത്രിമൂർത്തികളും പിന്നെ ബാക്കി 5, അങ്ങനെയാണ് അഷ്ടരത്നങ്ങൾ. അവരെല്ലാ കലകളും എടുക്കും. അത് നല്ല ക്ലിയർ ആയിട്ട് എടുക്കും. അവര് നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യും എന്തൊക്കെയാണ് കലകൾ, എന്തൊക്കെയാണ് ശ്രീമതങ്ങൾ, അത് എത്രത്തോളം കടത്തിക്കണം. പിന്നെ അതിൽ വെള്ളം ചേർക്കണ പരിപാടിയൊന്നുമില്ല. ഒരു വെള്ളം ചേർക്കണ പരിപാടിയില്ല. നേരെ പച്ചയ്ക്ക് പറഞ്ഞുതരും. വേണമെങ്കിൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. ഇപ്പൊ കുറെ പേര് സേവനം ചെയ്യുന്നുണ്ട്. പല സേവനങ്ങളിലും വെള്ളം ചേർത്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, തന്നോണ്ടിരിക്കുന്നു. അപ്പോ അത് ഈ പറഞ്ഞ പോലെ മേലെയുള്ള ആളുകൾക്ക് വല്ലാതെ അങ്ങോട്ട് ലയിക്കില്ല. അതായത് ഒരു തവണ എനിക്ക് ശിവാനി എഞ്ചിനീയറിലെ ആ ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങേരും ബ്രഹ്മകുമാരി ഒരുപാട് അനുഭവങ്ങൾ കിട്ടി. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വിഡ്രോ ചെയ്തോ. നിങ്ങൾക്ക് അതിനേക്കാൾ മേലേക്ക് എന്തോ ആവശ്യമുണ്ട്. അതിനേക്കാൾ മേലേക്ക് എന്തോ ആവശ്യമുണ്ട്. കാരണം യോഗം ചെയ്യൂ. യോഗം ചെയ്യേണ്ടത് നിങ്ങളുടെ കടന്നു. യോഗം ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ സംശയം തീരും.
പക്ഷെ അവർക്കത് പറഞ്ഞു തരാൻ കഴിയാത്തതിന്റെ ഒരൊറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ, അവരെക്കാൾ മേലേക്കാണ് നിങ്ങൾ. നിങ്ങളുടെ ഒരു സംശയം തീർത്തു തരാൻ ഒരു ബ്രഹ്മകുമാരീസിലെ ഒരു വ്യക്തിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ, അവരെക്കാൾ മുകളിലാണ് നിങ്ങൾ. അപ്പൊ ശ്രീമതം ഘടിപ്പിക്കൂ. എങ്ങനെ ഘടിപ്പിക്കാം? സമയം കൂടല്ലേ, ഞാൻ പറഞ്ഞുതരാം.